ഒരു കുടുംബനാഥ ഒരിക്കൽ ഷോപ്പിങ്ങിന് പോകുകയായിരുന്നു. പോകും വഴി അയൽവാസിയായ കൂട്ടുകാരിയും കൂടെ കൂടി. പല കാര്യങ്ങളും പറയുവാൻ തുടങ്ങി. പറഞ്ഞതിൽ പലതും പരദൂഷണം. ഈ കുടുംബനാഥ ഹൃദയത്തിൽ ഇങ്ങനെ തീരുമാനമെടുത്തു, ഇല്ല, ഞാൻ മറ്റുള്ളവരെ പറ്റി കുറ്റം പറയില്ല, പരദൂഷണം പറഞ്ഞു നടക്കില്ല. ഇത് വിശുദ്ധിയിൽ പുരോഗമിക്കുന്നതിൻ്റെ ഒരു പടിയാണ്. ഇത് പറയുന്നത് മറ്റാരുമല്ല, ഫ്രാൻസിസ് പാപ്പ. പരിശുദ്ധ പിതാവിൻ്റെ ഏറ്റവും പുതിയ അപ്പോസ്തലിക ലേഖനമായ ഗൗദേത്തെ എറ്റ് എക്സുൾത്താത്തെ എന്ന ആ അപ്പോസ്തലിക പ്രബോധനത്തിൻ്റെ 16-ാം ഖണ്ഡികയിലാണ് ഈ ഒരു കുടുംബനാഥയുടെ ജീവിത വിശുദ്ധിയിൽ പടിപടിയായി പുരോഗമിക്കുന്നതിൻ്റെ വിവരണം നൽകുന്നത്. ഈ കുടുംബനാഥ അങ്ങനെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് തിരികെ ഭവനത്തിലെത്തുകയാണ്. ക്ഷീണിതയായി. അവളുടെ അടുത്ത് മക്കളിൽ ഒരാൾ വന്ന് അവൻ്റെ സ്വപ്നങ്ങളും പ്രതീക്ഷകളുമൊക്കെ പങ്കുവയ്ക്കാൻ തുടങ്ങി. ക്ഷീണിതയാണെങ്കിലും അവൾ ഉള്ളിൽ ഒത്തിരി സ്നേഹത്തോടെ കരുതലോടെ തൻ്റെ മകനെ ഇങ്ങനെ അടുത്തു ചേർത്ത് നിർത്തി അവനോട് ഇരുന്ന് സംസാരിക്കാൻ തുടങ്ങി. വിശുദ്ധിയുടെ അടുത്ത പടി. ഫ്രാൻസിസ് പാപ്പ അങ്ങനെ അനുദിന ജീവിതത്തിൽ സാധാരണ കാര്യങ്ങൾ വിശ്വസ്തയോടെയും വിശുദ്ധിയിലും ചെയ്തുകൊണ്ട് എങ്ങനെ ഈ ആധുനിക കാലഘട്ടത്തിൽ വളരാം, വിശുദ്ധിയിൽ പുരോഗമിക്കാം എന്ന് വ്യക്തമാക്കുകയാണ് ഗൗദേത്തെ എറ്റ് എക്സുൾത്താത്തെ, ആഹ്ലാദിച്ചാനന്ദിക്കുവിൻ എന്ന ഈ അപ്പോസ്തലിക പ്രബോധന രേഖയിൽ പറയുക. തുടർന്ന് ഈ കുടുംബനാഥ അങ്ങനെ കുടുംബത്തിലെ പല കാര്യങ്ങളിലും വ്യാപൃതയായിരിക്കുമ്പോൾ ഉള്ളിൽ വലിയ അസ്വസ്ഥത, എന്തോ വലിയ ഉത്കണ്ഠ. അവൾ ഉടനെ ചെയ്തത് ജപമാല കയ്യിലെടുത്ത് പരിശുദ്ധ അമ്മയുടെ ആ രൂപത്തിനു മുൻപിൽ പോയിരുന്ന് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. വിശുദ്ധിയുടെ അടുത്ത പടി. ഫ്രാൻസിസ് പാപ്പ ഈ കുടുംബനാഥയുടെ അങ്ങനെ വിശ്വാസത്തിൽ ആശ്രയിച്ച് പ്രാർത്ഥനയിൽ ശക്തി കണ്ടെത്തുന്ന ആ നടപടിക്രമങ്ങളെ വിവരിച്ചുകൊണ്ട് വീണ്ടും വ്യക്തമാക്കുന്നു. ഈ കുടുംബനാഥ ഭവനത്തിൽ നിന്നും വൈകുന്നേരം പുറത്തേക്കിറങ്ങിയപ്പോൾ അവിടെ വെച്ച് ഒരു സാധു മനുഷ്യനെ കണ്ടു. അയാളുടെ അടുത്ത് ചെന്ന് കുശലാന്വേഷണങ്ങൾ നടത്തി സ്നേഹത്തോടെ കരുതലോടെ അയാളോട് സംസാരിക്കുകയും അങ്ങനെ അയാളോട് കാരുണ്യം കാണിക്കുകയും ചെയ്യുന്നു. വൺ മോർ സ്റ്റെപ്പ്, വിശുദ്ധിയിലേക്ക് ഒരു പടി കൂടെ. ഫ്രാൻസിസ് പാപ്പ ഇങ്ങനെ ആഹ്ലാദിച്ചുല്ലസിക്കുവിൻ എന്ന ഈ അപ്പോസ്തലിക പ്രബോധന രേഖയിലൂടെ എങ്ങനെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അനുദിന ജീവിതത്തിലെ സാധാരണ പ്രവർത്തനങ്ങളിലൂടെ സാവധാനം വിശുദ്ധിയിലേക്ക് പുരോഗമിക്കാം, വളരാം എന്ന് വിശദീകരിക്കുകയാണ് ഈ പ്രബോധന രേഖയിൽ. വിശുദ്ധിയിലേക്ക് നടന്നെടുക്കുവാൻ ഒരു ബിഷപ്പാകണമെന്നില്ല, വൈദികനാകണമെന്നില്ല, സമർപ്പിത ജീവിതത്തിലേക്ക് പ്രവേശിക്കണമെന്നൊന്നുമില്ല. എല്ലാവർക്കും ജ്ഞാനസ്നാനം സ്വീകരിച്ച ഓരോരുത്തർക്കും അപ്രകാരം വിശുദ്ധിയിൽ വളരാൻ, പുരോഗമിക്കാൻ, വിശുദ്ധിയിലേക്ക് നടന്നു നീങ്ങുവാനുള്ള സാധ്യതയുണ്ടെന്ന് ഫ്രാൻസിസ് പാപ്പ വിവരിക്കുകയാണ്. ഒന്നാമത്തെ അധ്യായം സമാപിപ്പിക്കുമ്പോൾ അവിടെ ഫ്രഞ്ച് എഴുത്തുകാരനും കവിയുമായ
ലിയോൺ ബ്ലോയിയെ ഉദ്ധരിച്ച് പറയുക, ദി ഓൺലി ഗ്രേറ്റ് ട്രാജഡി ഇൻ ലൈഫ് ഈസ് നോട്ട് ടു ബിക്കം എ സെയിൻറ്റ് എന്നാണ്. അതായത് ജീവിതത്തിലെ ഏക ദുരന്തം ഇതാണ്, ഒരു വിശുദ്ധനാകാൻ സാധിച്ചില്ല എന്നുള്ളത്. ജീവിതം നേടുക, ജീവിതം എന്നും അതിൻ്റെ പൂർണ്ണതയിലേക്ക് വരിക, ഇങ്ങനെ അനുദിന ജീവിതത്തിലെ സാധാരണ വ്യാപാരങ്ങളിലും പ്രവർത്തനങ്ങളിലും വിശുദ്ധിയുടെ പാത തിരഞ്ഞെടുക്കുമ്പോഴാണ്. വളരെ ഹൃദയസ്പർശിയായ 2 ജീവിതങ്ങളുടെ ഉദാഹരണങ്ങൾ ഫ്രാൻസിസ് പാപ്പ ഇതിൽ നൽകുന്നുണ്ട്. ഒന്ന്, വിയറ്റ്നാമിൽ ദീർഘകാലം തടവറയിൽ കഴിഞ്ഞ കാർഡിനൽ ഫ്രാൻസിസ് വാൻ തുവൻ്റെ ഉദാഹരണം വിവരിച്ചുകൊണ്ടാണ്. ഫ്രാൻസിസ് വാൻ തുവാൻ നമുക്കറിയാം, 13 നീണ്ട വർഷങ്ങൾ അദ്ദേഹം കാരാഗൃഹത്തിൽ കഴിയേണ്ടി വന്നു. അവിടെ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ അദ്ദേഹം പ്രസിദ്ധീകരിച്ച റോഡ് ടു ഹോപ്പ്, എ ഗോസ്പൽ ഫ്രോം ദ പ്രിസൺ, പ്രത്യാശയുടെ വീഥിയിൽ കാരാഗൃഹത്തിൽ നിന്നുള്ള സുവിശേഷം എന്ന പുസ്തകം ഏറെ പ്രസിദ്ധമാണ്. അദ്ദേഹത്തിൻ്റെ മറ്റൊരു പുസ്തകമായ 5 loaves and 2 fish എന്ന പുസ്തകത്തിൽ ഉദ്ധരിച്ചുകൊണ്ട് ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ പ്രബോധന രേഖയുടെ 17ാം ഖണ്ഡികയിൽ വിവരിക്കുന്നത് ഇതാണ്: ടു ലിവ് ദ പ്രസന്റ് മോമെന്റ്, ഫില്ലിംഗ് ഇറ്റ് ടു ദ ബ്രിം വിത്ത് ലവ്. ഈ നിമിഷത്തിൽ, അനുദിന ജീവിതത്തിൻ്റെ അവസരങ്ങളിൽ സ്നേഹം വക്കുവരെ നിറച്ചുകൊണ്ട് ജീവിക്കുക, അതാണ് ഏറ്റവും കരണീയം. അദ്ദേഹത്തിൻ്റെ ഈ റോഡ് ടു ഹോപ്പ് എന്ന പുസ്തകത്തിൽ വളരെ ഹൃദയസ്പർശിയായ അദ്ദേഹത്തിൻ്റെ അനുഭവം വിവരിക്കുന്നുണ്ട്. ഇങ്ങനെ ദീർഘനാൾ ഇരുള് നിറഞ്ഞ ആ കാരാഗൃഹത്തിൽ കഴിയുമ്പോൾ ആകെ ദിനവും രാത്രിയും തിരിച്ചറിയുക ജനലയുടെ സുഷിരത്തിലൂടെ ഉഴുന്നിറങ്ങുന്ന ഒരു ചെറിയ കീറ് സൂര്യപ്രകാശത്തിലൂടെയാണ്. അത് ദിവസമാണോ രാത്രിയാണോ എന്ന് തിരിച്ചറിയുക. അവിടെ ആയിരിക്കുമ്പോൾ അദ്ദേഹം ഒരു ചെറിയ കുറിപ്പ് തൻ്റെ സുഹൃത്തുക്കൾക്ക് ജയിലധികാരികൾ വഴി കൊടുത്തയച്ചു. എനിക്ക് കലശലായ വയറുവേദന, അതിനായി അല്പം വൈൻ വേണം എന്നാണ് കുറിപ്പിൽ. ആ കുറിപ്പ് കണ്ടപ്പോൾ തന്നെ അവർക്ക് മനസ്സിലായി, മിക്കവാറും അവരുടെ ബിഷപ്പ് ഫ്രാൻസിസ് വാൻ തുവന് ഈ കാരാഗൃഹത്തിലാകുമ്പോൾ വിശുദ്ധ ബലി അർപ്പിക്കുവാനും അങ്ങനെ ആ അനുദിന വിശുദ്ധ ബലിയിൽ നിന്ന് ആത്മസംതൃപ്തിയും ഈ സഹനങ്ങളിലെല്ലാം ശക്തിയും കരുത്തുമൊക്കെ കണ്ടെത്തുവാൻ വേണ്ടിയാകണം ഈ വൈൻ ആവശ്യപ്പെട്ടതെന്ന് അവർക്ക് മനസ്സിലായി. അവർ ഒരു ചെറിയ കുപ്പിയിൽ വൈനും അതിൻ്റെ അടിയിൽ ഏതാനും ഓസ്തി കഷ്ണങ്ങൾ ഇങ്ങനെ സെലോ ടേപ്പ് ഒട്ടിച്ച് അത് പൊതിഞ്ഞ് അദ്ദേഹത്തിന് കൊടുത്തയച്ചു. ജയിലധികാരികൾ കാര്യമായി പരിശോധിക്കാതെ ഇത് അദ്ദേഹത്തിൻ്റെ കൈകളിൽ എത്തിച്ചു. അദ്ദേഹത്തിന് സന്തോഷമായി. അങ്ങനെ ആ ദിവസം മുതൽ അദ്ദേഹം നിത്യേന വിശുദ്ധ ബലിയർപ്പിക്കുവാൻ തുടങ്ങി. അവിടെ കുർബാന പുസ്തകമൊന്നുമില്ല, മനഃപാഠമാക്കിയ ആ പ്രാർത്ഥനകൾ അദ്ദേഹം ചൊല്ലും. ഈ വീഞ്ഞു കുപ്പിയിൽ നിന്ന് 2-3 തുള്ളി വീഞ്ഞ് തൻ്റെ കൈപ്പത്തിയിൽ ഒഴിക്കും. ഒരു ചെറിയ കഷ്ണം ഓസ്തിയും ഒടിച്ചു വയ്ക്കും. എന്നിട്ട് വിശുദ്ധ ബലിയർപ്പിക്കും. അദ്ദേഹം റോഡ് ടു ഹോപ്പിൽ പറയുക, മൈ പാം വാസ് മൈ ചാലിസ് ടു സെലിബ്രേറ്റ് ദ മാസ് ആൻഡ് ദ പേറ്റൺ. ഈ കൈപ്പത്തിയായിരുന്നു ഞാൻ വിശുദ്ധ ബലിയർപ്പിക്കുവാൻ ഉപയോഗിച്ചിരുന്ന എൻ്റെ കാസയും പീലാസയും. ഈ കൈപ്പത്തി തന്നെയായിരുന്നു എൻ്റെ ബലിപീഠം. ഈ കൈപ്പത്തിയായിരുന്നു എൻ്റെ കത്തീഡ്രൽ. അങ്ങനെ 13 നീണ്ട വർഷങ്ങൾ
ഈ കാരാഗൃഹത്തിലെ ഏകാന്ത തടവിൻ്റെ കാലഘട്ടത്തിൽ അനുദിന ബലി അർപ്പിച്ചുകൊണ്ട് ആ കാൽവരിയിലെ പരമയാഗം വീണ്ടും അനുസ്മരിച്ചുകൊണ്ട് ക്രൂശിതനായ യേശുവിനെ ഹൃദയത്തിൽ അനുഭവിച്ചറിഞ്ഞ് ആ അന്ത്യ അത്താഴവേളയിൽ കൈകളിൽ അപ്പവും വീഞ്ഞുമെടുത്ത് ഇതെൻ്റെ ശരീരമാകുന്നു, നിങ്ങൾക്കായി വിഭജിക്കുന്ന എൻ്റെ ശരീരമെന്ന് അപ്പമെടുത്തും ഇതെൻ്റെ രക്തമാകുന്നു, നിങ്ങൾക്കായി ചിന്തുന്ന എൻ്റെ രക്തം എന്ന് പറഞ്ഞും യേശുവിൻ്റെ അതേ വാക്കുകൾ ഉച്ചരിച്ചുകൊണ്ട് ഈ കാരാഗൃഹത്തിലെ സഹനവും പ്രയാസവും അസ്വസ്ഥതകളുമെല്ലാം സ്വീകരിക്കാനും അത് തൻ്റെ ജീവിതത്തിൽ കരുത്തിൻ്റെ അനുഭവമാകാൻ, ജീവിത വിശുദ്ധിയുടെ അനുഭവമാക്കി മാറ്റാൻ അദ്ദേഹം പരിശ്രമിച്ചിരുന്നു. അങ്ങനെ ആ ജനലയിലൂടെ ഉഴുന്നിറങ്ങുന്ന ആ സൂര്യകിരണത്തിൻ്റെ കിരണത്തിലൂടെ അദ്ദേഹം വിശുദ്ധ ബലി ഓരോ ദിവസവും അർപ്പിക്കുമായിരുന്നു. ഫ്രാൻസിസ് പാപ്പ കാർഡിനൽ വാൻ തുവൻ്റെ ഈ അനുഭവം വിവരിച്ചുകൊണ്ട് അദ്ദേഹത്തന്നെ ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നു, I will seize the occasions that present themselves every day. ഓരോ ദിവസവും എനിക്ക് ലഭ്യമാകുന്ന ആ അവസരങ്ങൾ എടുത്തുകൊണ്ട് തന്നെ ഞാൻ ജീവിക്കുവാൻ പരിശ്രമിച്ചു. I will accomplish ordinary actions in an extraordinary way. എൻ്റെ അനുദിന ജീവിതത്തിലെ സാധാരണ പ്രവർത്തനങ്ങൾ അത് അസാധാരണമായ രീതിയിൽ സമർപ്പിച്ചുകൊണ്ട് ദൈവകരങ്ങളിൽ നിന്ന് സംതൃപ്തിയും സൗഭാഗ്യവും ആർജിച്ചെടുക്കുവാനും അങ്ങനെ വിശുദ്ധിയിൽ പുരോഗമിക്കാനും എനിക്ക് സാധിച്ചു എന്ന് ഫ്രാൻസിസ് വാൻ തുവനെ ഉദ്ധരിച്ചുകൊണ്ട് പറയുമ്പോൾ ആവശ്യപ്പെടുന്ന ഇതാണ്: എൻ്റെ ജീവിതത്തിൻ്റെ സഹനങ്ങളുടെ നിമിഷങ്ങളിൽ, എൻ്റെ ജീവിതത്തിലും പ്രതിസന്ധികളും പ്രയാസങ്ങളും വന്നു നിറയുമ്പോൾ അവയെല്ലാം എൻ്റെ അനുദിന വിശുദ്ധ ബലിയോടുകൂടെ ആ കാൽവരിയിലെ കുരിശിലെ പരമയാഗത്തോടുകൂടെ ചേർത്ത് പിടിച്ചുകൊണ്ട് വിശുദ്ധിയിൽ വളരാനാകുമോ, പുരോഗമിക്കാനാകുമോ എന്നതാണ്. ഗൗദേത്തെ എറ്റ് എക്സുൾത്താത്തെ എന്ന ഈ പ്രബോധന രേഖയിൽ ഹൃദയസ്പർശിയായ മറ്റൊരു വിവരണം കൂടെ കൊടുക്കുന്നുണ്ട്. വിശുദ്ധ ബക്കിത്തയുടെ ജീവിതത്തിൻ്റെ അനുസ്മരണം. വെറും 7 വയസ്സുള്ളപ്പോൾ സുഡാനിലെ ഒരു ഗ്രാമത്തിൽ നിന്നും കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് തട്ടിക്കൊണ്ടുവന്ന് അടിമച്ചന്തയിൽ വിൽക്കപ്പെടുകയും അങ്ങനെ യജമാനൻ അവളെ വാങ്ങിച്ച് ക്രൂരമായ മർദ്ദനത്തിന് ഇരയാക്കുകയും ചെയ്ത ബക്കീത്തയുടെ കഥ വിവരിച്ചുകൊണ്ട് ഫ്രാൻസിസ് പാപ്പ ഇങ്ങനെ വിശുദ്ധിയിൽ വളരാൻ, പുരോഗമിക്കാൻ നമുക്കെങ്ങനെ ആകും എന്ന് വ്യക്തമാക്കുന്നുണ്ട്. ബക്കീത്തയുടെ ജീവിതവും വളരെയേറെ ഹൃദയസ്പർശിയായ ഒന്നാണ്. അവൾ ഈ ചെറുപ്രായത്തിൽ തന്നെ പല പ്രാവശ്യം പല യജമാനന്മാർ ഈ അടിമച്ചന്തയിൽ നിന്ന് വിൽക്കപ്പെടുകയും വീണ്ടും വാങ്ങിക്കപ്പെടുകയും ചെയ്തു. അവരുടെ എല്ലാം പ്രഖരവും ക്രൂരമായ പീഡനങ്ങളുമേറ്റ് അവളുടെ ശരീരത്തിൽ നിരവധി മുറിപ്പാടുകൾ ഉണ്ടായിരുന്നു. അവസാനം സുഡാനിൽ വച്ച് അവളെ വാങ്ങിക്കുക ഒരു ഇറ്റാലിയൻ കച്ചവടക്കാരനായിരുന്നു. അയാൾ സുഡാൻ വിട്ട് തിരികെ സ്വദേശത്തേക്ക് പോകുമ്പോൾ അവളെയും കൂട്ടിക്കൊണ്ടു പോകുവാൻ തീരുമാനിച്ചു. കാരണം തൻ്റെ നാട്ടിൽ അവിടെ ചെല്ലുമ്പോൾ ഗാർഹിക ജോലികൾക്ക് ഒരു സഹായമായി ഒരാളുണ്ടാകുമല്ലോ. അങ്ങനെ ഇറ്റലിയിൽ ചെന്നപ്പോൾ അവൾ ഒരു പുതിയ യജമാനനെ കണ്ടെത്തി, പരിചയിച്ചു. ആ യജമാനൻ അവളെ പിറന്ന നാൾ മുതൽ കരുതലോടെ കാത്തു സംരക്ഷിക്കുകയും ഈ സഹനങ്ങളുടെ പിന്നിലും സ്നേഹം നൽകുകയും ചെയ്ത ആ യഥാർത്ഥ യജമാനൻ യേശു ക്രിസ്തു. അങ്ങനെ സാവധാനം അവൾ ആ യേശുവിൽ ജ്ഞാനസ്നാനം സ്വീകരിക്കുകയും അവളുടെ ജീവിതം സമ്പൂർണമായി ആ യജമാനനിൽ സമർപ്പിക്കുകയും ജീവിതത്തിൽ ഈ സ്നേഹത്തിൻ്റെ കരുതലിൻ്റെ സുവിശേഷം സന്ദേശം മറ്റുള്ളവരിലേക്ക് പകരുവാൻ സമർപ്പിക്കുകയും ചെയ്തു. സാവധാനം അവൾ ഒരു കനോഷ്യൻ കന്യാസ്ത്രീയായി, വിശുദ്ധയായി ഇപ്പോൾ
അൾത്താരയുടെ വണക്കത്തിലേക്ക് ഉയർത്തപ്പെട്ടിരിക്കുന്നു. അനുദിന ജീവിതത്തിലെ സഹനങ്ങളുടെയും പ്രയാസങ്ങളുടെയും എല്ലാം അവസരത്തിലൂടെ എപ്രകാരം വിശുദ്ധിയിൽ പുരോഗമിക്കാം എന്നാണ് ഫ്രാൻസിസ് പാപ്പ പറയുന്നത്. ഈ ഒന്നാമത്തെ അധ്യായത്തിൽ തന്നെ സമൂഹത്തിൽ നിരവധി സ്ത്രീ വിശുദ്ധരുടെ കാര്യം കൂടെ പറയുന്നുണ്ട്. പ്രത്യേകിച്ച് സഭാചരിത്രത്തിലുള്ള പ്രസിദ്ധരായ സ്ത്രീ വിശുദ്ധകൾ പുണ്യവതികൾ, സെയിൻറ്റ് ബ്രിജിറ്റ്, സെയിൻറ്റ് കാതറിൻ ഓഫ് സിയന്ന, സെയിൻറ്റ് തെരേസ ഓഫ് ആവില, സെയിൻറ്റ് തെരേസ ഓഫ് ലിറ്റിൽ ഫ്ലവർ, അപ്രകാരമുള്ളവർ. പക്ഷെ അവരോടൊപ്പം അനുദിന ജീവിതത്തിലെ ഈ കാര്യങ്ങൾ വിശ്വസ്തയോടെ നിർവഹിക്കുന്ന നിരവധി സാധാരണക്കാരായ വ്യക്തികളുമുണ്ട്. അൺനോൺ ഓർ ഫർഗോട്ടൺ വിമൻ ഹൂ ഈച്ച് ഇൻ ഹെർ ഓൺ വേ sustained and transformed families and communities by the power of their witness. അവരുടെ സുവിശേഷ സാക്ഷ്യം വഴി, അതിൻ്റെ ശക്തി വഴി അനുദിന ജീവിതത്തിലെ കാര്യങ്ങൾക്ക് പുതിയൊരു മാനം സൃഷ്ടിച്ച തീർത്തവർ, അൺനോൺ സെയിൻസ്. അവരെ പറ്റിയും ഫ്രാൻസിസ് പാപ്പ വിവരിച്ചുകൊണ്ട് നമുക്കും അപ്രകാരം വിശുദ്ധിയുടെ ഒരു പുതിയ കാലഘട്ടം സൃഷ്ടിച്ചെടുക്കാനാകുമോ എന്ന് പറയുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ലിയോൺ ബ്ലോയ് പറയുന്നത്, ദി ഓൺലി ഗ്രേറ്റ് ട്രാജഡി ഇൻ ലൈഫ് ഈസ് നോട്ട് ടു ബിക്കം എ സെയിൻറ്റ്. ഒരു വിശുദ്ധയാകുവാൻ സാധിക്കാത്തതാണ് ഇന്നത്തെ ഈ ആധുനിക കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ദുരന്തം. രണ്ടാമത്തെ അധ്യായത്തിൽ ഇന്ന് ഈ ആധുനിക യുഗത്തിൽ നിലനിൽക്കുന്ന രണ്ട് പ്രത്യേകമായ പ്രവണതകൾ, പ്രത്യേകിച്ച് വിശുദ്ധിക്ക് എതിരായിട്ടുള്ള പ്രവണതകളെപ്പറ്റി വിവരിക്കുന്നുണ്ട്. ഈ വിവരണം യഥാർത്ഥത്തിൽ സുവിശേഷത്തിൻ്റെ സന്തോഷമെന്ന അദ്ദേഹത്തിൻ്റെ മുൻ പ്രബോധന രേഖയിൽ എവാഞ്ചലി ഗൗദിയമിലും വ്യക്തമാക്കുന്നുണ്ട്. അതിൻ്റെ 94-ാം ഖണ്ഡികയിൽ പറയുക രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ജ്ഞാനവാദത്തോടുള്ള ആകർഷണം. രണ്ട്, നവീന പെലാജിയസം. ഇവ രണ്ടുമാണ് ഈ ആധുനിക കാലഘട്ടത്തിൽ വിശുദ്ധിയിൽ പുരോഗമിക്കുവാൻ വിഘാതമായി, വിലങ്ങുതടിയായി നിൽക്കുക. എന്താണ് ഈ ജ്ഞാനവാദം, നോസ്റ്റിസിസം? അത് ബൗദ്ധിക പ്രകാശം ലഭിക്കാൻ വേണ്ടി ഉള്ള ത്വരയാണ്. അങ്ങനെ വ്യക്തിയുടെ സ്വന്തം ചിന്തകളിലും തോന്നലുകളിലും ബൗദ്ധികമായ കാര്യങ്ങളിലും മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന പ്രവണത. അങ്ങനെ ഭൗതികമായ വികസനം സിദ്ധിച്ചുകൊണ്ട് എല്ലാം സ്വന്തമാക്കാം, അത് മാത്രം മതി എന്ന് ചിന്തിക്കുന്ന ആ ചിന്താഗതി, നോസ്റ്റിസിസം, ഈ വിശുദ്ധിയിൽ വിശ്വാസികൾ പുരോഗമിക്കുന്നതിന് വിഘാതമായി, വിലങ്ങുതടിയായി നിൽക്കുന്നു എന്ന് ഇവാഞ്ചലി ഗൗദിയം, സുവിശേഷത്തിൻ്റെ സന്തോഷമെന്ന പ്രബോധന രേഖയിൽ പറഞ്ഞിരിക്കുന്നത്. വീണ്ടും ഗൗദേത്തെ എത്ത് എക്സുൾത്താത്തെ, ആഹ്ലാദിച്ചുല്ലസിക്കുവിൻ എന്ന ഈ പുതിയ പ്രബോധന രേഖയുടെ 2-ാം അധ്യായത്തിൽ സവിസ്തരം പ്രതിപാദിക്കുന്നുണ്ട്. രണ്ടാമതായി, സ്വയമൊഴുകുന്ന പ്രൊമേത്തിയൻ നവീന പെലാജിയനിസം, അതായത് ആത്യന്തികമായി സ്വന്തം ശക്തിയിൽ മാത്രം വിശ്വസിക്കുന്നവർ. എൻ്റെ കഴിവുകൊണ്ട്, എൻ്റെ വല്ലഭം കൊണ്ട് കാര്യങ്ങൾ നടത്താനാകും, അതിനപ്പുറം മറ്റൊന്നുമില്ല എന്നുള്ള ഒരു ചിന്താഗതി. ഇതും ഈ ആധുനിക കാലഘട്ടത്തിൽ വിശുദ്ധിയിൽ പുരോഗമിക്കുന്നതിന് വിഘാതമായി, വിലങ്ങുതടിയായി നിലകൊള്ളുന്നു എന്ന് ഫ്രാൻസിസ് പാപ്പ ഈ 2-ാം അധ്യായത്തിൽ വ്യക്തമാക്കുകയാണ്. വളരെ സുന്ദരമാണ് പുതിയ ഒരു കാഴ്ചപ്പാടോടുകൂടെ അഷ്ടസൗഭാഗ്യങ്ങൾ വിവരിക്കുന്ന 3-ാം അധ്യായം, ഇൻ ദ ലൈറ്റ് ഓഫ് ദ മാസ്റ്റർ, ക്രിസ്തുവിൻ്റെ, ഗുരുവിൻ്റെ പ്രകാശത്തിൽ എന്നാണ് ഈ 3-ാം അധ്യായത്തിന് പേര് കൊടുത്തിരിക്കുന്നത്. അവിടെ ഫ്രാൻസിസ് പാപ്പ വിവരിക്കുന്ന ഇതാണ്, ക്രിസ്തുവിലേക്ക് തിരിയുക. അതാണ് ഈ ആധുനിക കാലഘട്ടത്തിൽ വിശുദ്ധിയിൽ പുരോഗമിക്കാൻ, അനുദിന ജീവിതത്തിൻ്റെ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും വിശ്വസ്തയോടെ പ്രവർത്തിച്ചുകൊണ്ട് നന്മയിൽ
നത്തിങ് ഈസ് മോർ എൻലൈറ്റനിങ് ദാൻ ടേണിങ് ടു ജീസസ്. യേശുവിലേക്ക് തിരിയുന്നതിനേക്കാൾ കൂടുതൽ ആന്തരിക വെളിച്ചം പ്രദാനം ചെയ്യുന്ന മറ്റൊന്നില്ല എന്നാണ് പറയുക. അതിന് ഏറ്റവും ശ്രദ്ധേയമായ ഒരു ഭാഗം അഷ്ടസൗഭാഗ്യങ്ങൾ, സുവിശേഷ ഭാഗ്യങ്ങൾ, മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൽ വിവരിച്ചിരിക്കുന്ന ഭാഗം. അതിനെപ്പറ്റി ഫ്രാൻസിസ് പാപ്പ പറയുന്നത്, ദ ബെയാറ്റിറ്റ്യൂഡ്സ് ആർ ലൈക്ക് ക്രിസ്ത്യൻസ് ഐഡൻറ്റിറ്റി കാർഡ്. നമ്മുടെ തിരിച്ചറിയൽ കാർഡാണ്, ഒരു ക്രിസ്ത്യാനിയുടെ തിരിച്ചറിയൽ കാർഡാണ് ഈ സുവിശേഷ ഭാഗ്യങ്ങളെന്ന് ഫ്രാൻസിസ് പാപ്പ വ്യക്തമാക്കുന്നു. ഇൻ ദ ബെയാറ്റിറ്റ്യൂഡ്സ് വി ഫൈൻഡ് എ പോർട്രേറ്റ് ഓഫ് ദ മാസ്റ്റർ. ഗുരുവിൻ്റെ ഒരു പ്രതിച്ഛായ, ഒരു ഛായാചിത്രം നമുക്ക് ഈ സുവിശേഷ ഭാഗ്യങ്ങളിൽ കാണാനാകും. അങ്ങനെ ആദ്യത്തെ സുവിശേഷ ഭാഗ്യം നമ്മെ ഓർപ്പിക്കുക, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവന്മാർ, സ്വർഗരാജ്യം അവരുടേതാണ്. സ്വത്ത് ഒരുറപ്പും തരുന്നില്ല എന്നാണ് ഫ്രാൻസിസ് പാപ്പ ഇതിൽ വ്യക്തമാക്കുക. വെൽത്ത് എൻഷുവേർഡ്സ് നത്തിങ്. ഒന്നും നമുക്ക് പൂർണ്ണമായ ഒരു സുരക്ഷിതത്വം, ജീവിതത്തിൽ നാം സമാഹരിക്കുന്ന ധനവും നാം സംഭരിക്കുന്ന സ്വത്തും ഒന്നും ഒരു സുരക്ഷിതത്വവും നൽകുന്നില്ല എന്ന് പറയുന്നു. വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോളയെ ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം ഇതിൻ്റെ 69-ാമത്തെ ഖണ്ഡികയിൽ വ്യക്തമാക്കുക, ഹോളി ഇൻഡിഫറൻസ്, പരിശുദ്ധമായ ഒരു വിരക്തി ഈ ലൗകികമായ എല്ലാറ്റിനോടും കാണിക്കുവാൻ പ്രത്യേകമായി വ്യക്തമാക്കുകയാണ്, ആഹ്വാനം ചെയ്യുകയാണ്. പരിശുദ്ധമായ വിരക്തി. കാരണം ഇതൊന്നും നാം കൊണ്ടുപോകുന്നില്ല, ഇതൊന്നും നമുക്ക് ശാശ്വതമായ സുരക്ഷിതത്വം നൽകുന്നില്ല. ലൂക്കായുടെ സുവിശേഷം 12-ാം അധ്യായത്തിലെ യേശുവിൻ്റെ അതിസുന്ദരമായ ആ ഉപമ വ്യാഖ്യാനിച്ചുകൊണ്ട് വിവരിച്ചുകൊണ്ട് യേശു പറയുന്നു, ഈ ഒരു ജീവിത ശൈലി ആ ധനികനായ ഭോഷനായ ധനികനെ വ്യക്തമാക്കിക്കൊണ്ട്, ആ ധനികനായ മനുഷ്യൻ്റെ ഉപമ വിവരിച്ചുകൊണ്ട്, അയാൾക്ക് വലിയ സമൃദ്ധമായ വിളവ് ലഭ്യമാകുമ്പോൾ അയാൾ തന്നോട് തന്നെ ചോദിക്കുന്നു, ഇനി ഞാൻ എന്തു ചെയ്യും? ഈ ധാന്യം മുഴുവൻ സൂക്ഷിക്കുവാൻ എനിക്ക് സ്ഥലമില്ലല്ലോ. അവൻ പറഞ്ഞു, ഞാൻ ഇങ്ങനെ ചെയ്യും, എൻ്റെ അറപ്പുരകൾ പൊളിച്ച് കൂടുതൽ വലിയവ പണിയും, അതിൽ എൻ്റെ ധാന്യവും വിഭവങ്ങളും സംഭരിക്കും. അനന്തരം ഞാൻ എൻ്റെ ആത്മാവിനോട് പറയും, ആത്മാവേ, അനേക വർഷത്തേക്ക് വേണ്ട വിഭവങ്ങൾ നിനക്കായി സംഭരിക്കപ്പെട്ടിരിക്കുന്നു. വിശ്രമിക്കുക, തിന്നുകുടിച്ച് ആനന്ദിക്കുക. എന്നാൽ ദൈവം അവനോട് പറഞ്ഞു, ഭോഷ, ഈ രാത്രി നിന്റെ ആത്മാവിനെ നിന്നിൽ നിന്ന് ആവശ്യപ്പെടും. അപ്പോൾ നീ ഒരുക്കി വച്ചിരിക്കുന്നവ ആരുടേതാകും? ഒരു സുരക്ഷിതത്വവും നാം സംഭരിക്കുന്ന ധനത്തിനും സ്വത്തുകൾക്കും തരില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് ഫ്രാൻസിസ് പാപ്പ പറയുന്നത്, വി ലീവ് നോ റൂം ഫോർ ഗോഡ്സ് വേർഡ്, ഫോർ ദ ലവ് ഓഫ് അവർ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്. മറ്റുള്ളവരോടുള്ള സ്നേഹവും കാരുണ്യവും കരുതലും ആണ് ജീവിതത്തിൽ ഏറ്റവും കരണീയമായിട്ടുള്ളത് എന്ന് പറയുന്നു. ബ്ലെസ്ഡ് ആർ ദ മീക്ക്, ഫോർ ദേ വിൽ ഇൻഹെറിറ്റ് ദി എർത്ത്. അഷ്ടസൗഭാഗ്യങ്ങളിലെ സുവിശേഷ ഭാഗ്യങ്ങളിലെ മറ്റ് വിവരണങ്ങൾ നൽകിക്കൊണ്ട് ജീവിതത്തിൽ അത്യന്താപേക്ഷിതമായ മറ്റ് വിശുദ്ധിയിലേക്കുള്ള പാത ഫ്രാൻസിസ് പാപ്പ ഈ തുടർന്നുള്ള അധ്യായത്തിൽ വിവരിക്കുകയാണ്. നമ്മുടെയും ജീവിതത്തിൽ ഇങ്ങനെ ബലഹീനതകൾ ഉണ്ടെങ്കിലും അനുദിന ജീവിതത്തിലെ കൊച്ചു കൊച്ചു കാര്യങ്ങൾ ചെയ്തുകൊണ്ട് വിശുദ്ധിയിൽ വളരാൻ, പുരോഗമിക്കുവാൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. കൽക്കട്ടയിലെ വിശുദ്ധ മദർ തെരേസ പറയുന്ന വാക്യങ്ങൾ, യെസ്, ഐ ഹാവ് മെനി ഹ്യൂമൻ ഫോൾട്ട്സ് ആൻഡ് ഫെയിലിയേഴ്സ്, ബട്ട് ഗോഡ് ബെൻഡ്സ് ഡൗൺ ആൻഡ് യൂസസ് us, you and me, to be his love and his compassion in this world. ബലഹീനതകളും കുറവുകളും എനിക്കുണ്ടെങ്കിലും ദൈവം അവിടുത്തെ കാരുണ്യത്തിൻ്റെ ഉപകരണങ്ങളാക്കാൻ നമ്മെ മാറ്റുന്നു.
He depends on us to love the world and to show how much He loves us. ഈ ലോകത്തെ സ്നേഹിക്കുവാൻ, മറ്റുള്ളവരെ കാരുണ്യത്തോടുകൂടെ പരിഗണിക്കുവാൻ, അങ്ങനെ ദൈവം അവരെ എത്രയധികം പരിഗണിക്കുന്നു, കരുതുന്നു എന്ന് കാണിക്കുവാൻ നമ്മെ ഉപയോഗിക്കുന്നു എന്നും വ്യക്തമാക്കുന്നു. ഗൗദേത്തെ എത്ത് എക്സുൾത്താത്തെ, ആഹ്ലാദിച്ചുല്ലസിക്കുവിൻ എന്ന ഈ പ്രബോധന രേഖയിലൂടെ ഫ്രാൻസിസ് പാപ്പ നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്ന ഇതാണ്: വിശുദ്ധിയിൽ വളരുക. അതിന് ഫലമായ ഒരു കാര്യമാണ് എന്നും ഹൃദയത്തിൽ ഈ ഒരു ആനന്ദം, സന്തോഷം നിറയ്ക്കുക. പ്രാർത്ഥനയിലൂടെ നമ്മുടെ ജീവിതം ആ ക്രിസ്തുവിൽ പുരോഗമിക്കുക. നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. സ്നേഹപിതാവായ ദൈവമേ, അങ്ങയുടെ ആനന്ദം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നൽകണമേ. അങ്ങയുടെ വിശുദ്ധിയിൽ അനുദിന ജീവിതത്തിൽ വളരുവാൻ, അങ്ങനെ ഓരോ ദിവസത്തെയും സാധാരണ പ്രവർത്തനങ്ങളിലൂടെ അവ വിശ്വസ്തതാപൂർവം ചെയ്തുകൊണ്ട് അങ്ങയുടെ വിശുദ്ധിയിൽ നടന്നെടുക്കുവാൻ, അങ്ങയുടെ യഥാർത്ഥ ശിഷ്യരായി മാറുവാൻ ഞങ്ങൾക്ക് വരമേകണമേ. വിശുദ്ധ ഫ്രാൻസിസ് വാൻ തുവനെ പോലെ ഞങ്ങളുടെ ജീവിതത്തിൽ വിശ്വസ്തതാപൂർവം അനുദിന ജീവിതത്തിലെ സഹനങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ആ വിശുദ്ധ ദിവ്യകാരുണ്യത്തിലൂടെ ഞങ്ങളും അവിടുത്തെ കരുത്തും കൃപയും കണ്ടെത്തുവാൻ ഇടയാക്കണമേ. വിശുദ്ധ ബക്കീത്തയെ പോലെ ഞങ്ങളും ജീവിതത്തിൻ്റെ സഹനങ്ങളുടെ അവസരങ്ങളിലും അങ്ങയുടെ പരിപാലിക്കുന്ന ആ യജമാനൻ്റെ കരം കണ്ടെത്തുവാൻ ഞങ്ങൾക്കും ഞങ്ങളുടെയും കണ്ണുകൾ തുറക്കണമേ. പ്രിയമുള്ളവരെ, നമ്മുടെയും ജീവിതത്തിൻ്റെ അനുദിന ജീവിതത്തിലെ വ്യാപാരങ്ങളിലൂടെ, പ്രവർത്തനങ്ങളിലൂടെ വിശുദ്ധിയിൽ വളരാൻ പരിശ്രമിക്കാം. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു ദുരന്തം നടക്കാതിരിക്കട്ടെ. വിശുദ്ധരാകുക എന്നതാണ് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം. അത് സംഭവിക്കാതിരുന്നാൽ വലിയൊരു ദുരന്തമാണ്. വിശുദ്ധരാകാം, വിശുദ്ധിയിൽ പുരോഗമിക്കാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.